അസ്സലാമു അലൈക്കും വറഹമത്തുള്ള അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. IT ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും സ്വാഗതം. പലപ്പോഴും ജീവിതത്തിൽ പല ഭാഷകളും പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളായിരിക്കും നമ്മളെല്ലാവരും. നമ്മുടെ മാതൃഭാഷ നമുക്കറിയാം, അതുപോലെ നമ്മൾ വ്യത്യസ്തമായ ജോലിക്ക് ആവശ്യമായ ഭാഷകൾ നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ടാവും. ചില നാടുകളിൽ പോകുമ്പോൾ നമുക്ക് ആ ഭാഷ പഠിക്കൽ ആവശ്യമായിട്ട് വരും, അപ്പോൾ നമ്മൾ പഠിക്കും. ചില ആളുകൾക്ക് ലോകത്തിൻ്റെ പല ഭാഷകളും പഠിക്കൽ താല്പര്യമുണ്ടാവും. ഏകദേശം 50 കോടിയോളം ആളുകൾ ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തമായ ഭാഷകൾ പഠിക്കാൻ പറ്റിയ ഒരു ആപ്പ് ഉണ്ട്. ആപ്പിൻ്റെ പേരാണ് ഡുവോലിംഗോ. നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ തുറന്നു കഴിഞ്ഞാൽ അവിടെ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ തുറന്നു കഴിഞ്ഞാൽ DUOLINGO ഡുവോലിംഗോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ആപ്പാണ്. നമ്മൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടീമിലെ അതിൻ്റെ മെയിനായിട്ടുള്ള ഒരാൾ പറഞ്ഞൊരു സംഗതിയാണ്, വിദ്യാഭ്യാസം ലോകത്തിന് കൊടുക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ്. ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തുള്ള ഒരാളാണ്, പിന്നെ ഒരു ടീമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഒരു ടോക്കിൽ പറയുന്നത് എന്താ വെച്ചാൽ, അവർ ആലോചിക്കുമ്പോൾ എങ്ങനെ ആളുകൾക്ക് പഠനം എളുപ്പമാക്കാം. പ്രത്യേകിച്ച് ഫോണുള്ള കാലത്ത്, സ്മാർട്ട് ഫോൺ ഇൻ്റർനെറ്റൊക്കെ ഉള്ള കാലത്ത് പഠിക്കാൻ വളരെ സൗകര്യമാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ആളുകൾ എന്ത് ചെയ്യൂല, പഠിക്കാനിത് ഉപയോഗിക്കില്ല. കാരണം അതിനേക്കാൾ ഡിസ്ട്രാക്ഷൻ വരുന്ന, ചിന്ത തെറ്റിക്കുന്ന വേറെ കുറേ കാര്യങ്ങൾ ഫോണിൻ്റെ അകത്തുള്ളതുകൊണ്ട് അതിലേക്ക് പോകും. അപ്പോൾ എങ്ങനെ ഒരു ഗെയിം രൂപത്തിൽ, അതല്ലെങ്കിൽ മടുപ്പിക്കാത്ത രൂപത്തിൽ എങ്ങനെ ഭാഷകൾ പഠിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് അദ്ദേഹം അവരുടെ ഒരു ടീം എന്ത് ചെയ്ത് ആപ്പ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആപ്പ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ, ഡുവോലിംഗോ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് തുറക്കുന്ന പോലെ ഒന്നാവില്ല. അപ്പോൾ നമ്മളോട് ചോദിക്കുക നമുക്ക് ഏത് ഭാഷയാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തീരെ അറിയാത്തൊരു ഭാഷയാണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ തുർക്കിഷ് ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ ജർമ്മൻ ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമുക്ക് വ്യത്യസ്ത ഓപ്ഷൻസ് ഉണ്ട്. മലയാളം അല്ലെങ്കിൽ അറബി, ഇതൊക്കെ പഠിക്കാനുള്ള ഓപ്ഷൻസ് അതിലുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കണോ, ഒരു ദിവസം നിങ്ങൾക്ക് എത്ര മിനിറ്റ് ഇതിനു വേണ്ടി എടുക്കാൻ പറ്റും, 3 മിനിറ്റാണോ 5 മിനിറ്റാണോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പഠിപ്പിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്കൊരു ഐഡിയ ഇല്ലാത്തൊരു സംഗതിയാണെങ്കിലും ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ചില ചിത്രങ്ങൾ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ബ്രെഡിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ ചിത്രങ്ങളുണ്ട്. അപ്പം സു എന്നുള്ളൊരു വാക്കാണ്, അപ്പോൾ തുർക്കിഷിലൊരു വാക്ക്. അപ്പോൾ അതിൽ വെള്ളം എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ യെസ്, ഓക്കെയാണ്, കറക്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ വാക്ക് അവിടെ പഠിക്കുകയാണ്. സു എന്നുള്ളത് എന്താണ്, തുർക്കിഷ് ലാംഗ്വേജ് വെള്ളത്തിനാണ് പറയുന്നതെന്ന് ഇവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ എക്മെക്ക്. ഓക്കെ, നമുക്കൊരു ഐഡിയ ഇല്ലാത്തൊരു ഭാഷയാണ് എടുക്കുന്നത്, നമുക്കൊരു ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സൗണ്ട് നമുക്കിങ്ങനെ പറഞ്ഞു തരും, അതെന്താണെന്നുള്ള ജസ്റ്റ് ഒരു വോയിസ് തരും. എന്നിട്ട് നമ്മൾ ഒരു പിക്ചർ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ അതാണ് നോക്കുക. യെസ്, അപ്പോൾ അത് കറക്റ്റായി. അതെന്താണ്, ബ്രെഡാണ് എക്മെക്ക് എന്നുള്ളത് ഒരു എക്സാമ്പിൾ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇതിലതുപോലെ ഇതിൻ്റെ സൗണ്ട് പറഞ്ഞു തരും. പിന്നെ അതിൽ വാക്കുകൾ കൂട്ടി യോജിപ്പിക്കാൻ ഇപ്പോൾ നമുക്ക് ട്രാൻസ്ലേഷൻ വരും. അപ്പോൾ ഇതിൽ പറഞ്ഞ ഡ്രിങ്ക്, ചൈൽഡ്, ഗേൾ, വുമൺ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് നമുക്ക് ഏറ്റവും ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ. ഇപ്പം ഡ്രിങ്ക്, വെള്ളം കുടിക്കുക, ചൈൽഡ്, കുട്ടി, വുമൺ, പിന്നെ ലേഡി, ഗേൾ, പെൺകുട്ടി. അപ്പോൾ അങ്ങനെ ചില ഏറ്റവും അടിസ്ഥാനപരമായ ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾക്ക് പോലും വ്യത്യസ്തമായ ഭാഷകൾ പഠിച്ചെടുക്കാവുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഒരു രൂപകൽപ്പന. അതുപോലെ ഇത് മടുപ്പിക്കാത്ത രൂപം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരേ സമയം വ്യത്യസ്തമായ ഭാഷകൾ പഠിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഏത് ഭാഷയാണ് നിങ്ങൾക്ക് അറിയുന്നത് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഏതാണ് പഠിക്കേണ്ടത് എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യും ചോദിക്കും. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വ്യത്യസ്തമായ ഭാഷകൾ പഠിക്കാനുള്ള ഓപ്ഷനാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിൽ ഇടതുവശത്ത് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഭാഷകളെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ അറബിക് എന്നുള്ള ഭാഷ ഉണ്ട്, ജർമ്മൻ, അല്ലെങ്കിൽ അടുത്തൊരു ഭാഷ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ഓരോ വ്യത്യസ്തമായ ഭാഷകൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത് 100% ഫ്രീ ആയിട്ടാണ് അവർ കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇത് അവരെന്ത് ചെയ്യും, ലാസ്റ്റ് പരസ്യം, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ലാസ്റ്റ് പരസ്യം കാണിച്ചു കൊടുക്കും. അതല്ല, ക്യാഷ് ഉള്ളവർക്ക് അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആ പരസ്യം ഒഴിവാക്കുന്ന രൂപം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അറബിക്ക് എടുത്തു. അതുപോലെ ഒരു ഗെയിമിംഗ് രൂപമാണ്. നമുക്ക് താഴേക്ക് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരു പഠിപ്പിക്കാത്ത രൂപത്തിൽ ഓരോ സ്റ്റെപ്പായിട്ടാണ്. ഒരു സ്റ്റെപ്പ് എടുത്തു, അതിൽ കുറച്ച് ആക്ടിവിറ്റികൾ ചെയ്തു, അടുത്ത സ്റ്റെപ്പ് എടുത്തു, അടുത്ത ആക്ടിവിറ്റികൾ ചെയ്തു. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കളിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, അതിൽ വ്യത്യസ്ത ഭാഷകളിലെ അക്ഷരങ്ങളും അതിൽ വാക്കുകളും അത് കൂട്ടി യോജിപ്പിക്കുന്ന രീതികളും അതിൻ്റെ ഗ്രാമറുകളും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാവുന്ന ഒരു രസകരമായൊരു രൂപത്തിലാണ് ഒരു ഡുവോലിംഗോ എന്നുള്ള ഭാഷകൾ പഠിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ളൊരു സംഗതി ഉള്ളത്. അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഏത് ആളുകൾക്കും ഭാഷകൾ പഠിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. മറ്റ് നാടുകളിലേക്ക് ജോലി തേടി പോകാനോ സംഗതികൾക്കൊക്കെ സൗകര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ളൊരു തീം വെച്ചിട്ടാണ് അവർ ശരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആപ്പ് ഡിസൈൻ ചെയ്യുന്നത്.
സാധാരണ ഫോണിൽ എല്ലാവരും പിന്നെ പഠനത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ മടിയായിരിക്കും, മറ്റനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഫോണ് കൂടുതൽ സമയം ഒരു പക്ഷേ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത്. അപ്പം എന്നാൽ പഠനം ഇതിലൂടെ രസകരമായി പഠിക്കാം, ഒരുപാട് ഭാഷകൾ പഠിക്കാം എന്നൊക്കെയുള്ളൊരു രൂപകൽപ്പന ഇതിലുണ്ട്. അപ്പം ശ്രോതാക്കൾ ഒന്ന് ശ്രമിച്ചു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷകൾ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്, ലോകവ്യാപകമായിട്ട് ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.